ഈ ഖുമൈനി ഭയപ്പെട്ട് ഇപ്പം അളക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. അതിന് കാരണം 40ാമത് അവരുടെ ഈ പറഞ്ഞ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ 40ാം വാർഷികത്തിൽ അദ്ദേഹം അളക്കകത്തിരിക്കുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, ഭയപ്പെട്ടിട്ട്. സ്വന്തം ജനം തന്നെ അദ്ദേഹത്തെ കൊല്ലും എന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്ന്. പ്രിയമുള്ളവരെ, 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇത് മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും ഈ യുദ്ധം എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ജനങ്ങൾ അധികാര കൈമാറ്റം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഒഴിവായി പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭത്തിൽ ഏകദേശം 30,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടം തന്നെ സ്വന്തം ജനങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ 2.5 ലക്ഷം ഇറാനിയൻസ് ആണ് സംഘടിച്ച് വലിയ പ്രകടനം നടത്തി അവിടുന്ന് ഖുമൈനി ഒഴിവായി പോകണം, ഡൗൺ ഡൗൺ ഖുമൈനി എന്ന മുദ്രാവാക്യം അവർ ഉയർത്തിയത്. ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തെ സഹിക്കാൻ ഒരു സമൂഹത്തിന് കഴിയാത്ത സാഹചര്യം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത്, ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവിടുത്തെ ആ രാജ്യത്തെ ജനങ്ങളുടെ നന്മയല്ല അവരാഗ്രഹിക്കുന്നത്. അവർ ആ മതത്തിൻ്റെ പരിപോഷണമാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. വളരെ സമ്പന്നമായ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വളരെ സാംസ്കാരികമായി ഔന്നത്യമുള്ള, ചരിത്രമുള്ള, സംസ്കാരമുള്ള ഒരു ജനതയിലേക്ക് ഇസ്ലാം സന്നിവേശിച്ചപ്പോൾ അവരനുഭവിക്കേണ്ടി വന്ന ദുരന്തമാണ് നമ്മളിന്ന് കാണുന്നത്. അവരുടെ സമ്പത്ത് മുഴുവൻ ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ പൊതുശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ പൊതുശത്രുവാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിക രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇസ്ലാമാണ്. അതായത് എല്ലാ കുറ്റങ്ങളും ഏൽക്കേണ്ടി വരുന്ന കഴുതയായി ഇസ്രായേൽ ഇന്ന് മാറിയിട്ടുണ്ട്. എല്ലാ ശാപങ്ങളെ ഏൽക്കേണ്ട ഒരു ഗതികേടാണ് ഇസ്രായേലിനുള്ളത്. ഇസ്ലാമിക ലോകത്ത് ആരെങ്കിലും ഇച്ചിരി കൂടുതൽ മൂത്രമൊഴിച്ചാൽ അതും ഇസ്രായേലിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ എന്നും ഈ പറയുന്ന വർഗീയവാദികൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ശത്രുവാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലെ എണ്ണ ശേഖരണം, വളരെ വലിയ സമ്പത്തുള്ള ഇറാനിലെ ജനങ്ങൾ, വളരെ സമ്പന്നമായി ജീവിക്കേണ്ട ജനങ്ങൾ, അവരുടെ എണ്ണ ശേഖരത്തിൽ നിന്ന് കിട്ടിയ പണത്തിൻ്റെ വലിയൊരു വിഭാഗം ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രോക്സികൾക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുണ്ടായ പട്ടിണിയും പ്രശ്നങ്ങളും കാരണമാണ് ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുകയും വലിയ കലാപങ്ങൾ രൂപപ്പെടുകയും ചെയ്തത്. അപ്പോൾ സ്വന്തം ജനത്തെ നന്നാക്കാനല്ല, ഇസ്ലാമിൻ്റെ പൊതുശത്രുവായിട്ടുള്ള ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ പണം മുഴുവൻ ഉപയോഗിച്ചത്. 1979 ഉണ്ടായ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവിടെ 1979 രൂപപ്പെട്ട IRGC എന്ന് പറയുന്ന ഈ ഖുമൈനിയെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ, നാഷണൽ ആർമിക്ക് പുറമേ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. 1,25,000 പേരാണ് ആ സൈന്യത്തിലുള്ളത്. ആ സൈന്യമാണ് അവിടുത്തെ 40% ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽപ്പെട്ട ആളുകളാണ് അതിൻ്റെ കൺട്രോൾ മുഴുവൻ, സാമ്പത്തിക കൺട്രോൾ മുഴുവൻ. ഈ സാമ്പത്തിക കൺട്രോളുകൾ മുഴുവൻ ഈ IRGC എന്ന് പറഞ്ഞ മൗലികവാദികളുടെ ഗ്രൂപ്പ്, ആ സൈന്യം എടുത്ത് അത് ഈ പ്രോക്സികൾ കൊടുത്ത്, ഈ പ്രോക്സികളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആറ്റമിക് എനർജി ഉണ്ടാക്കിയുണ്ട്, ആറ്റം ബോംബ് ഉണ്ടായിക്കൊണ്ട് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാനും, അതുപോലെ തന്നെ അവർ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്ക വലിയ ചെകുത്താനും ഇസ്രായേൽ ചെറിയ ചെകുത്താനും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ രണ്ടിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇറാൻ ഈ ഗതികേടെത്തിയിരിക്കുന്നത്. ഇതിനെ അവരെ നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മതമാണ്. ഇപ്പം അമേരിക്കൻ സൈന്യം ഇറാൻ റിംഗ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സൈനിക സംവിധാനത്തിലൂടെ അവർ ഇറാനെ വളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കൂടി
ഇറാൻ്റെ കടലിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഓൾറെഡി എബ്രാഹിം ലിങ്കൻ എന്ന് പറഞ്ഞ വലിയ യുദ്ധക്കപ്പലുണ്ട്. അതുപോലെ അമേരിക്കയുടെ ചുറ്റും ഇറാന് ചുറ്റുമുള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളിലും മിസൈൽ വിന്യാസങ്ങളും അതോടൊപ്പം തന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും എല്ലാം ആക്ടിവേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ വാർത്തകൾ വായിക്കുന്നത്. ആസന്നമായ ഒരു യുദ്ധമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല യുദ്ധം നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വേണ്ടിയാണ് യുദ്ധം നടക്കുന്നത്. ഹമാസ് എന്തിനു വേണ്ടിയാണ് യുദ്ധം നടത്തിയത്? ഹമാസിനെ ഈ പ്രോക്സിക്ക് പണം കൊടുത്ത് ഇവർ വളർത്തിയതില്ല. ഹമാസ് എന്ന് പറയുന്നത് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തവരാണ്. അല്ലാതെ അവർക്ക് ഇസ്രായേലിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അല്ലാതെ അവർക്ക് അവിടെ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതല്ല അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അവർക്ക് ദേ വാണ്ട് ടു ഡിസ്ട്രോയ് ഇസ്രായേൽ. അതാണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പാലസ്തീൻ രാഷ്ട്രം അവർക്ക് ആവശ്യമില്ല. അവിടെ പാലസ്തീൻ രാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ കൂടുതൽ അവർക്ക് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ കുട്ടികളെക്കാൾ കൂടുതൽ ഇസ്രായേലി കുട്ടികളെ കൊല്ലുക എന്നുള്ളതാണ്. അവരുടെ കുട്ടികളുടെ സംരക്ഷണത്തെക്കാൾ അവർ ഇസ്രായേലിലെ കുട്ടികളെ കൊല്ലുക എന്നുള്ളതിനാണ് ആവശ്യം. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു ഇസ്ലാമിക താല്പര്യം നടത്തുന്ന രാജ്യത്തിന് ആണ് ഇറാൻ ഈ പണം മുഴുവൻ കൊടുക്കുകയും ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇസ്രായേലി യുദ്ധത്തിൽ ഈ പറഞ്ഞ പ്രോക്സികളെ മുഴുവൻ തകർത്തു. അതുപോലെ ഹിസ്ബുള്ളയെ തകർത്തു. ഹിസ്ബുള്ളയെ $20 മില്യൺ മറ്റാണ് ഈ ഇറാൻ ചിലവാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിലെ ഹൂത്തികൾക്ക് പണം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇറാനിലെ മിലീഷ്യകൾക്ക് ഈ പറയുന്ന ഷിയ മിലീഷ്യകളെ വളർത്തുന്നു. അങ്ങനെ ഇസ്രായേലിന് ചുറ്റും ഒരു റിംഗ് ഓഫ് ഫയർ സൃഷ്ടിച്ച് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഇറാൻ ഇന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇസ്ലാമിക തീവ്രവാദം കുടികൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ദുരന്തമാണിതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല യുദ്ധം നടത്തി ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഴുവൻ അവർ സൃഷ്ടിച്ചത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു വേൾഡ് വാറിലേക്ക് പോലും ഇത് പരിണമിക്കുമോ എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. കാരണം അമേരിക്കൻ സേന മുഴുവൻ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആറ്റമിക് ബോംബ് ഉണ്ടാക്കുന്ന അല്ലെ ആറ്റം സമ്പുഷ്ടീകരിക്കുന്ന പരിപാടി ഇറാൻ അവസാനിപ്പിക്കണം എന്നുള്ളതിലാണ് ആദ്യം അവർ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ മിസൈൽ റേഞ്ച് കുറയ്ക്കണമെന്ന ആവശ്യം കൂടെ മുമ്പോട്ട് വെച്ചു. ഇറാൻ നിർമ്മിക്കുന്ന മിസൈലുകളുടെ റേഞ്ച് കുറയ്ക്കണമെന്നും അത് ഇസ്രായേലിനെ ആക്രമിക്കാത്ത തരത്തിലാക്കണമെന്നും അതോടൊപ്പം തന്നെ പ്രോക്സികൾക്ക് പണം കൊടുക്കുന്ന ഈ ഇറാൻ്റെ പണം മുഴുവൻ കൊടുത്ത് ഈ പ്രോക്സികളെ വളർത്തി ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികൾ അവസാനിപ്പിക്കണം എന്നുമാണ് 3 ഡിമാൻഡുകൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആറ്റമിക് പ്ലാന്റിനെ സംബന്ധിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ചും മാത്രം ചർച്ച ചെയ്യാമെന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല. ഇസ്രായേൽ വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഇവിടെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക ആക്രമിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്ക് യൂണിലാറ്ററലായി ഇറാനെ ആക്രമിക്കുന്നതാണ്. അതിന് കാരണം ഇറാൻ്റെ നിലനിൽപ്പ്, ഇറാൻ ഭരണകൂടത്തിൻ്റെ ഈ തിയോക്രാറ്റിക് ആയിട്ടുള്ള ഈ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പ് ഇസ്രായേലിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണെന്നും അതുകൊണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുന്നത് എന്നുള്ള സ്ഥിതിയിലാണ്. അതാണ് കഴിഞ്ഞ ഫെബ്രുവരി 18 യഥാർത്ഥത്തിൽ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നത്. 11 ആ അപ്പോയിൻമെൻറ്റ് വളരെ പെട്ടെന്ന് 11 മാറ്റുകയും നെതന്യാഹു അമേരിക്കയിൽ ചെന്ന് ഈ ചർച്ച ഈ പറയുന്ന ഈ പറഞ്ഞ യുറേനിയം സമ്പുഷ്ടീകരണത്തിനെയും ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ നിന്ന് മാത്രമല്ല ഇവരുടെ മിസൈലുകളുടെ റേഞ്ച് കുറയ്ക്കണമെന്നും മിസൈൽ ഉണ്ടാക്കലിൽ ഒരു ക്രമീകരണം കൊണ്ടുവരണമെന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ത്രെട്സിന് അപകടമായി ഒരിക്കലും ഈ മിസൈൽ ഉണ്ടാക്കാൻ പാടില്ലെന്നും അതോടൊപ്പം ഈ പ്രോക്സികൾക്ക് കൊടുത്ത് പണം കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കുന്ന നടപടി അവസാനിപ്പിക്കണം. ഇത് 3 അവസാനിപ്പിക്കാതെ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്നും ഇസ്രായേൽ ഏകപക്ഷീയമായി ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്നും അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഇന്ന് ഇറാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഒരാക്രമണം ഉണ്ടായാൽ ഒരു പക്ഷേ ഈ പറയുന്ന ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇറാനിയൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രകടനങ്ങളും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും അവിടെ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുമൈനി രാജ്യം വിടണമെന്നും അതുപോലെ തന്നെ തിയോക്രാറ്റിക് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടെന്നും ഞങ്ങൾക്ക് ഡെമോക്രസിയാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ അകത്ത് നിന്ന് കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഒരു മതവർഗീയത മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ പരിണതഫലമായിട്ട് ഇത്തരം ഒരു
ദുരന്തത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ അമേരിക്കയുടെ വേറൊരു പൊളിറ്റിക്സും കൂടി കൃത്യമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, അമേരിക്കയുടെ ഇന്നത്തെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ഈ പറയുന്ന സാമ്പത്തിക രംഗത്ത് ചൈനയുടെ വളർച്ച അമേരിക്കയെ അലസോരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ചൈന പെട്രോൾ വാങ്ങുന്നത് പ്രധാന സ്ഥലം വെനിസ്വലയും അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നുമായിരുന്നു. അപ്പോൾ ആ ഇറാനിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്ന ചീപ്പായിട്ട് പെട്രോൾ മേടിക്കാൻ കഴിയുന്നത് ചൈനയ്ക്കാണ്. ആ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിൽ അസ്വസ്ഥരായ അമേരിക്ക ഈ വെനിസ്വല പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇറാനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക താല്പര്യമാണ് പ്രധാനമായിട്ട് അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഇറാനിലെ എണ്ണ ശേഖരണത്തിൻ്റെ മുകളിൽ അമേരിക്ക നിയന്ത്രണം ഉണ്ടായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഒരു സാമ്പത്തിക വളർച്ചയെ തടയാൻ കഴിയും. ചൈനയുടെ ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്കുള്ള അതിൻ്റെ ഒരു വളർച്ചയെ തടയാൻ കഴിയും. ഈ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഇറാന് നേരെ അമേരിക്ക കൈവങ്ങുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മതാധിഷ്ഠിത ഭരണകൂടം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെയും പോക്രിത്തരത്തിൻ്റെയും പരിണിതഫലമായി അവിടെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ആക്രമിക്കുന്ന സ്ഥിതിയിലാണ് വരുന്നത്. ഈ സ്ഥിതി യഥാർത്ഥത്തിൽ കൊണ്ട് എത്തിച്ചതെന്ന് പറയുന്ന ഈ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ മതവർഗീയത ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ജൂതന് 1 സെൻറ്റ് ഭൂമി പോലും അവിടെ കൊടുക്കില്ല എന്ന ഹമാസിൻ്റെ പ്രഖ്യാപനമാണ്. റിവർ ടു സീ എന്ന് പറഞ്ഞ അവരുടെ മുദ്രാവാക്യം ആണ് അതിന് കാരണം എന്ന് പറയുന്നത്. ഈ ജൂതൻ അവിടെ എന്തെങ്കിലും സമാധാനപരമായി ജീവിക്കാൻ ഒരിക്കലും അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്. ഒട്ടേറെ അറേബ്യൻ രാജ്യങ്ങൾ ഇന്ന് ആ താല്പര്യങ്ങളിൽ നിന്ന് പോയി. ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്രദർഹുഡ് എന്ന് പറയുന്നത് തന്നെ തകർന്നു കഴിഞ്ഞു. ഇസ്ലാമിക ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ സംഘടന നിലനിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളും, ഇസ്ലാമിക രാജ്യങ്ങളും ഈ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് തിരിച്ചു പോവുകയും അവരെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. എന്നാൽ ഇന്ന് പൊതുവായി വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഈ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ തിരിച്ച് അമേരിക്കൻ ബേസുള്ള അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഭയപ്പെട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അവരുടെ രാജ്യത്തു നിന്ന് അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു അവസരം അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ ഈ പറഞ്ഞ ഇറാൻ അമേരിക്കയെ ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭയവും അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ ഈ പറഞ്ഞ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ വരുമ്പം ലോകത്തങ്ങോളം ഇങ്ങോളം പെട്രോളിയത്തിൻ്റെ വില വർദ്ധിക്കുകയും വലിയ രാഷ്ട്രീയ സാമൂഹികമായ അരക്ഷിതാവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തിയോക്രാറ്റിക് ഭരണകൂടത്തിന് പോകാവുന്ന ദൂരം 40 വർഷമാണ്. കമ്മ്യൂണിസ്റ്റിന് പോകാവുന്ന 90 വർഷമാണെന്ന് നമ്മൾ കണ്ടു. ഒരു തിയോക്രാറ്റിക് ഭരണകൂടത്തിനും പോകാവുന്ന ദൂരം മാക്സിമം 40 വർഷമാണ്. ഈ ഖുമൈനി ഭയപ്പെട്ട് ഇപ്പം അളക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. അതിന് കാരണം 40ാമത് അവരുടെ ഈ പറഞ്ഞ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ 40ാം വാർഷികത്തിൽ അദ്ദേഹം അളക്കകത്തിരിക്കുകയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, ഭയപ്പെട്ടിട്ട്. സ്വന്തം ജനത തന്നെ അദ്ദേഹത്തെ കൊല്ലും എന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഈ IRGC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അവിടുത്തെ നാഷണൽ ആർമി അല്ല, ഈ IRGC ആണ് ഈ കൂടുതൽ ആളുകളെ, ഈ 30,000 പേരെയും വെടിവെച്ചു വന്ന് പ്രതിഷേധത്തിന് വന്നവരെ. ഇത് ഇവിടുത്തെ മനുഷ്യാവകാശ സംഘടനകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേൽ കയറി ആളുകളെ കൊല്ലുകയും അവിടെ ഇസ്രായേലിസിൻ്റെ ജനോസൈഡ് നടക്കുകയും ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തപ്പം ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിലും ഒക്കെ കരഞ്ഞും കുട്ടികളുടെ പേര് വിളിച്ചുമൊക്കെ കണ്ടു. പക്ഷേ ഈ 30,000 സ്വന്തം ജനങ്ങളെ കൊന്ന, അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത ഈ പറയുന്ന തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ന് ആരും കാണുന്നുമില്ല, അപലപിക്കുന്നുമില്ല. കാരണം അത് നമ്മുടെ ആളുകൾ നമ്മളെ കൊന്നാൽ നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന തരത്തിലാണ് പോകുന്നത്. പക്ഷേ ഇത് ഇന്ന് വളർന്ന് വലിയ പ്രശ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2000 മിസൈലുകൾ, ലോങ് റേഞ്ച് മിസൈലുകൾ ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതിൽ 500 എണ്ണം കഴിഞ്ഞ 12 ദിവസത്തെ ഇറാൻ വാറിൽ അവർ പൊട്ടിച്ചു. അതിൽ 2-3 എണ്ണം ഈ പറഞ്ഞ ഹൈഫയിലും അതുപോലെ തന്നെ ടെല്ലവീവിലും വന്ന് വീഴുകയും ഇസ്രായേലിൽ 33 ആളുകൾ മരിക്കുകയും ചെയ്തു. കുറേ കെട്ടിടങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിച്ചെങ്കിലും ഇസ്രായേൽ ഇപ്പം യൂണിലാറ്ററലായി ഏകപക്ഷീയമായിട്ടാണെങ്കിലും ഇറാനെ അടിക്കും എന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അമേരിക്ക ആ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ ആക്രമിക്കും. അപ്പോൾ ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളുടെ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കണം എന്ന് മാത്രമാണ് ഈ പറയുന്ന നെതന്യാഹുവിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലി മാധ്യമങ്ങളും പറയുന്നത്. ഈ അർത്ഥത്തിൽ പോകുമ്പം
ഈ ഈ പറഞ്ഞ ഡിപ്ലോമസിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനി കഴിയുന്ന ഒരു സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഒമാനിൽ നിന്ന് ചർച്ച ജനീവയിലേക്ക് ഈ നാളെ ചൊവ്വാഴ്ച വീണ്ടും ചർച്ച നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ ലോങ് റേഞ്ച് മിസൈലുകളും ഈ പറയുന്ന പ്രോക്സികളുടെയും സഹായം ഇറാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറാനിൻ്റെ പിന്നെ പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക താല്പര്യങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അതിന് പ്രസക്തിയില്ലാതെയോ. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായി കൊഴിഞ്ഞു പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആ എഗ്രിമെൻറ്റ് തയ്യാറാകില്ല. അവർ മിക്കവാറും ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണത്തിന് പുറകോട്ട് പോകാം എന്നുള്ള നിലപാട് വെച്ചാൽ തീർച്ചയായിട്ടും അമേരിക്ക പിന്നെ ആക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അമേരിക്ക ആക്രമിക്കുമ്പം അത് അവരുടെ മിലിറ്ററി, ഇന്നലെ വായിച്ചത് അവരുടെ മിലിറ്ററിയിലെ പ്ലാനേഴ്സ് പറയുന്നത് ഒരാഴ്ച കൊണ്ട് എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കുന്നത്. ഒരാഴ്ചയെങ്കിലും മിനിമം യുദ്ധം വേണ്ടിവരും എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും ഇത് ട്രംപിൻ്റെ ശബ്ദത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി കുറച്ചുകൂടെ മൂർച്ച കൂടുന്നുണ്ട്. മിസൈൽ പ്രോഗ്രാം അവർ ഡ്രോപ്പ് ചെയ്യണം, അതോടൊപ്പം തന്നെ പ്രോക്സികളെ സഹായിക്കുന്നത് അവസാനിപ്പിക്കണം, അതുപോലെ ഈ പറഞ്ഞ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള നിലയിലാണ് ട്രംപിൻ്റെ നിലപാട് ഇപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം നമ്മളിത് മനസ്സിലാക്കുക, ഒരു മതഭരണകൂടവും ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ പോകുന്നില്ല. ഇസ്ലാമിക തീവ്രതയുടെയും ഇസ്ലാമിക ടെററിസ്റ്റിൻ്റെയും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെയും ബൈ പ്രോഡക്റ്റാണ് ഇന്ന് ഈ കാണുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ പ്രതിസന്ധിക്കും കാരണം. അതിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയായി ഇറാൻ യുദ്ധം ചെന്നെത്തും. ഇത് ഞാനല്ല, ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസവും പറയുന്നത് കേട്ടു. ഞാനിത് വളരെ നേരത്തെ പറഞ്ഞാണ്. കാരണം ഇത് ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചിട്ടുള്ള ഏതൊവർക്കും അറിയാം, ഇസ്രായേൽ യുദ്ധങ്ങളിൽ നിന്നെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രമാണ്. അതുപോലെ യുദ്ധങ്ങളെല്ലാം അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ രാഷ്ട്രത്തിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രം തകരുന്നൊരു സാധ്യത എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിന് മുമ്പിൽ അവർ എന്തും ചെയ്യും. അതിൻ്റെ കാരണം ഹോളോകോസ്റ്റ് പോലെയുള്ള അനുഭവങ്ങൾ അവർക്കുള്ളതുകൊണ്ട് അതിനി ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്താണ് ഓരോരുത്തരും പട്ടാളത്തിൽ ചേരുന്നു. അതുപോലെ തന്നെ ഓരോ മനുഷ്യരും അവിടെ ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ കളി തീക്കളിയായി മാറാനാണ് സാധ്യത. കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ ഇറാൻ അപകടകരമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് ചെന്നെത്തും. സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും ഒക്കെ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ ഭാവിയിൽ കാണേണ്ടി വരും. എന്താണെങ്കിലും ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഇത് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. യുദ്ധം വളരെ പെട്ടെന്ന് തീരുകയും ഖുമൈനി നാടുവിടുകയും ചെയ്താൽ ലോകത്തിനൊരു സമാധാനം ഉണ്ടാകും. അല്ലാത്ത പക്ഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, പെട്രോളിൻ്റെ വില വർധനവ് എന്ന് വേണ്ട സകല പ്രതിസന്ധിയിലേക്കും ലോകം പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഊന്നി പറയാനുള്ളത്, ഈ തിയോക്രാറ്റിക് ഭരണകൂടങ്ങൾ അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അത് ലോകത്തിന് അപകടകരമാണ് എന്ന് മാത്രമാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം. ടോം ജോസ് അടിയമ്പാട്.